നമസ്കാരം. 5ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റിലെ 2ാമത്തെ പാഠം കാട്ടിലെ മഴ. മഴ നമ്മൾ ഏറ്റവും നന്നായി ആസ്വദിക്കുന്നത് എപ്പോഴാണ്? കടുത്ത വേനലിന് ശേഷം വരുന്ന ആദ്യത്തെ മഴ അല്ലേ? വേനലിൻ്റെ ചൂടിൽ നിന്നും അല്പമെങ്കിലും ആശ്വാസം കിട്ടുക ആ മഴ കിട്ടുമ്പോഴാണ്. കാട്ടിൽ മഴ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് തിണ്ണയിലിരുന്ന് മഴ ആസ്വദിക്കുന്ന കുട്ടിയെയും പക്ഷിയെയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. ഇനി കന്നിമഴ കാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴയാണ്. ആദ്യമായി പെയ്യുന്ന മഴ, വേനൽ ചൂടിന് ശേഷം പെയ്യുന്ന മഴ, ആദ്യത്തെ മഴ. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു, പുഴ നന്നെ മെലിഞ്ഞു, പച്ചയ്ക്ക് വിളർച്ച, തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. അപ്പോൾ ആദ്യ മഴ പെയ്യുന്നതിന് മുമ്പുള്ള കാടിൻ്റെ അവസ്ഥയായിരുന്നു ഇത്. വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുകയാണ് കാട്. മുകളിൽ തീമഴയും താഴെ ചെങ്കനലും. ഈ അവസ്ഥ പച്ചിലകളെ കരിയിലകളാക്കി. നീർച്ചാലുകളൊക്കെ വറ്റി വരണ്ടു. വെള്ളമില്ലാതെ ചെറിയ ചാലുകൾ, തോടുകൾ അതൊക്കെ വറ്റി വരണ്ടു. പുഴ നന്നെ മെലിഞ്ഞു. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളൊക്കെ മെലിഞ്ഞു പോവാറില്ലേ? പുഴയ്ക്കും ഭക്ഷണം കിട്ടുന്നില്ല. പുഴയുടെ ഭക്ഷണം എന്താണ്? വെള്ളമാണ്. എങ്ങനെയാണ് വെള്ളം കിട്ടുക? മഴയിൽ നിന്നും. അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് പുഴ നന്നെ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച, തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. അപ്പോൾ വേനൽ കാരണം, കടുത്ത ചൂട് കാരണം ഇലകളൊക്കെ വാടി കുന്നുകളിലൊക്കെ ആകെ കരുവാളിപ്പ്, ആകെ ഉണങ്ങിയ അവസ്ഥയായി കുന്നുകൾക്കൊക്കെ. വെയിലത്ത് കളിക്കുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ കരുവാളിപ്പ് പടരാറില്ലേ? മുഖമൊക്കെ കറുത്തതുപോലെ ആവാറില്ലേ കുറേ സമയം വെയിലത്ത് കളിച്ചാൽ? അതേപോലെയാണ് കുന്നുകളുടെയും അവസ്ഥ. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ചു. ഈ മഴയുടെ വരവ് ആദ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ആദ്യം ശ്രദ്ധിച്ചത് മലമുഴക്കിയും മണ്ണട്ടകളുമാണ്. അവയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് മഴയില്ലാത്തത് കൊണ്ട്. മലമുഴക്കി എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. നമ്മൾ വേഴാമ്പലിനെ കുറിച്ച് പറയാറുണ്ട്, മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പൽ എന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഈ വേഴാമ്പൽ എങ്ങനെയാണ് വെള്ളം കുടിക്കാറുള്ളതെന്നോ? അതിന് തോടുകളിൽ നിന്നോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നോ ഒന്നും വെള്ളം നേരിട്ട് കുടിക്കാൻ പറ്റില്ല. അതിൻ്റെ കൊക്കിന് ഒരു അരിപ്പ പോലുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുമ്പോൾ അത് വെള്ളം താഴേക്ക് പോവുകയുള്ളൂ, അതിന് കിട്ടില്ല. അപ്പോൾ വേഴാമ്പൽ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്നറിയോ? മഴ പെയ്യുമ്പോൾ കൊക്ക് മുകളിലേക്ക് തുറന്ന് പിടിച്ച് നേരിട്ട് കുടിക്കുകയാണ് ചെയ്യുക. മഴയില്ലാത്ത സമയത്ത് അതിൻ്റെ വെള്ളം അത് കഴിക്കുന്ന പഴങ്ങളിൽ നിന്നുമൊക്കെ കിട്ടുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് വേഴാമ്പൽ മഴയെ കാത്തു നിൽക്കുന്നത്, നിറയെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മണ്ണട്ടകൾ ചെറിയ പ്രാണിയാണ്. മണ്ണിലാണിവ കഴിയുന്നത്. മണ്ണിൻ്റെ ഉള്ളിൽ നിന്നും ഉള്ള ചെടികളുടെയൊക്കെ വേര് നീരൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണം. അപ്പോൾ ഇവ മഴയെ കാത്തു നിൽക്കുകയായിരുന്നു. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. മഴമേഘങ്ങളെ ആരോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടത്തോട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാർമേഘത്തിനും ആനയ്ക്കും ഒരേ നിറമാണല്ലേ, കറുപ്പ് നിറം. കൂട്ടമായി വരുന്ന ആനകളുടെ കുറുമ്പ് കാടിനെ അലങ്കോലമാക്കും. അതുപോലെ തന്നെയാണ് ശക്തമായ മഴയും കാട്ടിൽ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്ന് നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. അപ്പോൾ മഴയുടെ ശബ്ദം, മഴയിരമ്പം, കാറ്റിലൂടെ വരുന്ന മഴയുടെ ശബ്ദം കേട്ടപ്പോൾ കരിയിലകൾ കാറ്റിൽ ആടുന്നതാണ് എന്നാണ് വിചാരിച്ചത്. കരിയിലകൾ ഉണങ്ങിയ ഇലകളാണ്. കലപില ഇലകൾ കാറ്റിൽ അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദമാണ്. കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി കൊമ്പുകളെയൊക്കെ പിടിച്ചു കുലുക്കി വന്ന കാറ്റിൻ്റെ ആ തണുപ്പ് അറിയിച്ചു എന്ത്,
എവിടെയോ മഴ പെയ്യുകയാണ് എന്ന്. കൊമ്പുകളെ പിടിച്ചുകുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ തണുപ്പിൽ നിന്നും അറിയാൻ പറ്റി മഴ ദൂരെ എവിടെയോ പെയ്യുന്നുണ്ട് എന്ന്. കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി. അപ്പോൾ രണ്ടാമതായിട്ട് കാറ്റ് വീശിയപ്പോൾ മഴത്തുള്ളികളും വന്നു. അപ്പോൾ മഴ തീർച്ചയായും മഴ പെയ്യുകയാണ്, മഴ എത്തിയെന്ന് മനസ്സിലായി. ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു. കാടിന് മുകളിലല്ലേ മഴ പെയ്യുന്നത്, അപ്പോൾ നിറയെ മരങ്ങളാണ്. അപ്പോൾ താഴെ എത്താൻ കുറച്ച് താമസിക്കും. മഴത്തുള്ളികൾ താഴെ എത്താൻ വേണ്ടി മണ്ണിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് താമസിക്കും. കാരണം ഈ ഇലകളൊക്കെ അതിനെ പ്രതിരോധിക്കും, തടയും. അപ്പോൾ ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു, മഴയെ താഴെ വിടാതെ തടഞ്ഞു നിർത്തി എന്ന്. പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി. പിന്നെ ആ ഇലകളിൽ നിന്നും ആകാശത്തിൽ നിന്നും നേരിട്ട് മഴ കാടിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി. ഇരുൾ വീണ്ടു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. അപ്പോൾ കാട്ടിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ലേഖകൻ. അപ്പോൾ അദ്ദേഹം ഈ മഴ പെയ്തപ്പോൾ ഇരുട്ടുമായി കഴിഞ്ഞു. എവിടെയാണ് താമസിക്കുക? ഒരു രാത്രി കഴിച്ചു കൂട്ടണമല്ലോ. അപ്പോൾ അതിനൊരു ഒളിയിടം, ഒളിച്ചിരിക്കാനൊരു സ്ഥലം കണ്ടെത്താൻ പ്രയാസപ്പെട്ടു. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ. അപ്പോഴാണ് പുഴയുടെ തീരത്ത് പാറക്കെട്ടുകളുടെ ഇടയിൽ ഒരു വലിയ ഗുഹ കണ്ടത്. ഗുഹ പ്രകൃതിദത്തമായിട്ടുണ്ടാവും, ചിലപ്പോൾ മനുഷ്യരുണ്ടാക്കാറുണ്ട്. കുന്നിൻ്റെ ചെരുവിലുമൊക്കെ ആയിട്ട് ഒരു ദ്വാരം പോലെയുള്ളതാണ് ഗുഹ. അപ്പോൾ അങ്ങനെ ഒരു ഗുഹ കണ്ടെത്തി. അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളിവിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു. ഗുഹയിൽ സുരക്ഷിതമായി എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ചുള്ളി വിറകുകൾ എന്നുവെച്ചാൽ ഇല്ലിക്കൊമ്പുകൾ, മരക്കൊമ്പുകളുടെ ചെറിയ നേരിയ വിറകുകളാണ്. അതിന് പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ ഗുഹയുടെ കവാടത്തിലായി, വാതിൽക്കലായി ചുള്ളിക്കമ്പുകൾ വെച്ച് തീയും ഉണ്ടാക്കി. എന്തിനായിരിക്കാം ഈ തീ ഉണ്ടാക്കിയത്? കാടാണല്ലേ, അപ്പോൾ തീർച്ചയായും ക്രൂരമൃഗങ്ങളൊക്കെ വരാം. അവയും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗുഹയിലേക്ക് കയറാം. അപ്പോൾ അവയെ തടഞ്ഞു നിർത്താം, അതുപോലെ മഴയുടെ തണുപ്പിനെയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീയൊക്കെ ഇട്ടു ഗുഹയുടെ വാതിൽക്കൽ. പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു. എന്താണ് പേ പിടിക്കുക പറഞ്ഞാൽ? കാറ്റ് വളരെ ശക്തമായി, അതിശക്തമായി വീശി തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം. മൃഗങ്ങളുടെ അപായ സൂചനകൾ. ഇപ്പോൾ ശക്തമായ കാറ്റ് വീശി തുടങ്ങി, മരങ്ങളൊക്കെ ഒടിയുന്നു, മരക്കൊമ്പുകളൊക്കെ പൊട്ടി വീഴുന്നു. മൃഗങ്ങളുടെ അപായ സൂചനകൾ. അല്ലെങ്കിൽ ശക്തമായ മഴയോ കാറ്റൊക്കെ വരുമ്പോൾ ആദ്യം അത് തിരിച്ചറിയുക മൃഗങ്ങളാണ്. അവർക്ക് പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയാറ്. അപ്പോൾ മൃഗങ്ങൾ അപായ സൂചനകൾ, അപകട സൂചനകൾ ഉയർത്തിക്കൊണ്ട് കരയാൻ തുടങ്ങി. ചിഹ്നം വിളികൾ. ആനയുടെ ശബ്ദമാണല്ലേ ചിഹ്നം വിളി. കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി. ഇപ്പോൾ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ പുറത്തെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അപായ സൂചനകൾ മുഴക്കിക്കൊണ്ടുള്ള മൃഗങ്ങളുടെ കരച്ചിൽ, അതുപോലെ ആനയുടെ ചിഹ്നം വിളി, പിന്നെ കനത്ത കാലടികൾ. ഇപ്പോൾ ആനയുടേതായിരിക്കും അല്ലേ. കുഴമണ്ണ്, ചെളി നിറഞ്ഞ മണ്ണ്, മഴ പെയ്തതല്ലേ, അതിലൂടെ അതിദ്രുതം വേഗത്തിൽ പായുന്നതിൻ്റെ പ്രതിധ്വനി, ആ മുഴക്കം കൂടി കേൾക്കുന്നു. മൃഗങ്ങളൊക്കെ അവയുടെ താവളം തേടി ഓടുകയാണ്, മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായിട്ട്. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ വന്ന മഴ പിന്നീട് ശക്തി പ്രാപിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മണ്ണട്ടകൾ എപ്പോഴേ പാട്ട് നിർത്തി. അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽപ്പെരുമാറ്റങ്ങളില്ല. കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം. അപ്പോൾ എല്ലാ മൃഗങ്ങളും അവരുടെ താവളത്തിലെത്തിക്കഴിഞ്ഞു. മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാതായി. കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രമേ പിന്നീട് കേൾക്കുന്നുള്ളൂ. പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരുന്നു. പുഴ നേരത്തെ മെലിഞ്ഞതായിട്ടാണ് കണ്ടതല്ലേ. ഇപ്പോൾ ഇവിടെ പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങി. എങ്ങനെയാണ്? പുഴയുടെ നിറം തുടുത്തു. നേരത്തെ കണ്ണാടിച്ചില്ല് പോലെയായിരുന്നു ആദ്യം അല്ലേ പുഴ. ഇപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞ് തുടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ചുവന്ന കളറിലായി വെള്ളം വീണപ്പോൾ എന്ന്, മഴ പെയ്തപ്പോൾ എന്ന്. കുന്നിലും മേട്ടിലും നിന്നായി നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. കുന്നിൽ നിന്നും പുൽമേട്ടിൽ നിന്നും. കുന്നിലെ നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് മേട്.
ആ മേട്ടിൽ നിന്നും കുന്നിൻ്റെ മുകളിൽ നിന്നും ഒക്കെ ആയിട്ട് നീർച്ചാലുകൾ ഈ പുഴയിലേക്ക് എത്തുകയാണ്. അപ്പം അങ്ങനെ പുഴ നിറയുന്നു, വെള്ളം കൊണ്ട് നിറയുകയാണ് പുഴ. അങ്ങനെ പുഴ ജീവൻ വെച്ച് ഒഴുകാൻ തുടങ്ങി. അതുവരെ മെലിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ മഴ പെയ്തപ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞു, പുഴ ശക്തമായി ഒഴുകാൻ തുടങ്ങി. ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി. ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്നു മഴ, അല്ലേ? മഴയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നിലാവുദിച്ചത്. നിലാവുദിച്ചതോടെ നിലാവുദിച്ചതോടെ കാഴ്ചകളായി. അപ്പോൾ ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന മഴ നിലാവ് വന്നതോടുകൂടി നിലാവിൻ്റെ വെളിച്ചം കൂടി കിട്ടി സ്വർണ്ണ നിറമുള്ളതായി മാറി. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. അപ്പോൾ നിലാവിൻ്റെ ഭംഗി കൂടി മഴയ്ക്ക് കിട്ടി എന്ന്. പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം. നിലാനിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്കാരവും. ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ നിലാവിൻ്റെ വെളിച്ചവും ഇലകൾക്കിടയിൽ കാണുന്ന മിന്നാമിനുങ്ങളുടെ വെളിച്ചവും അതുപോലെ മഴ പുഴയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ പാട്ടും പിന്നെ ഇടിമിന്നലുകൾ പുഴയിൽ വരയ്ക്കുന്ന മനോഹരമായ ചിത്രവുമെല്ലാം കൂടി ആ ഒരു മഴക്കാഴ്ച വളരെ ഭംഗിയുള്ളതായി എന്നാണ് ലേഖകൻ പറയുന്നത്. ഇടിമിന്നൽ പേടിപ്പിക്കുന്നതാണെങ്കിലും അത് വരയ്ക്കുന്ന ചിത്രം ആകർഷകമാണ്, അല്ലേ? അപ്പോൾ ആ രാത്രിയെ ആ മഴയും അതുപോലെ നിലാവും ഇടിമിന്നലിൻ്റെ വെളിച്ചവും മിന്നാമിനുങ്ങളുടെ അലങ്കാരവും ഒക്കെ ആ രാത്രിയെ സുന്ദരമാക്കി മാറ്റി. മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു. മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. പുലർന്നതോടെ വർണ്ണങ്ങളും. അപ്പോൾ ആദ്യം നിലാവ് അസ്തമിച്ചു, നിലാവ് ഇല്ലാതായി. പിന്നെയും മഴ തുടർന്നു. മഴ തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. കാടിൻ്റെ ശബ്ദം എന്താണ്? രാത്രിയിൽ രാക്കിളിയുടെ ശബ്ദമുണ്ടാവും, അല്ലേ? രാക്കിളികളുടെ ശബ്ദമുണ്ടാവും, മറ്റ് പ്രാണികളുടെയും ഒക്കെ ശബ്ദമുണ്ടാവും. ഇലകൾ കാറ്റിലനങ്ങുന്ന ശബ്ദം, ഇതൊക്കെയാണ് കാടിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, അതിന് സ്വാഭാവികമായ ശബ്ദം എന്ന് പറയുന്നത്. അതുപോലെ പുഴ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ കളകള ശബ്ദവും അതൊക്കെയാണ് പുഴയുടെയും കാടിൻ്റെയും ശബ്ദം. അപ്പോൾ മഴ പെയ്തത് കാരണം മഴയുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴ ഇല്ലാതായതോടെ ആ ശബ്ദം തിരിച്ചു കിട്ടി. കാടിനും അതുപോലെ പുഴയ്ക്കും അവയുടെ സ്വാഭാവികമായ ശബ്ദം തിരിച്ചു കിട്ടി. പുലർന്നതോടെ വർണ്ണങ്ങളും. ഇപ്പോൾ സൂര്യൻ ഉദിച്ചതോടുകൂടി കാടിനും പുഴയ്ക്കും അതിൻ്റെ ഭംഗിയും തിരിച്ചു കിട്ടി. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. പച്ച തളിരിൻ്റെ ചുവപ്പാകുന്നു. അപ്പോൾ വറ്റി വരണ്ടിരുന്ന പുഴ ഒരു രാത്രി കൊണ്ട് തന്നെ, മഴ പെയ്തപ്പോൾ തന്നെ നിറഞ്ഞ്, അല്ലെ, തീരങ്ങൾ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഇലകളും കൊമ്പുകളും കരിഞ്ഞ മരം അതുപോലെ ഉണങ്ങിയ പുല്ലുകളും ഒക്കെ തളിർത്ത് തുടങ്ങി. അപ്പോൾ കാടിന് വീണ്ടും സൗന്ദര്യം ലഭിച്ചു ഈ മഴ പെയ്തതോടുകൂടി. അപ്പോൾ കന്നിമഴ കാടിനെ സുന്ദരമാക്കി എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി ഇതിൻ്റെ പ്രവർത്തനം നോക്കൂ. കണ്ടെത്താൻ പറയാം എന്നുള്ളതാണ്. അതിലെ പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ, എഴുതി വയ്ക്കുകയും വേണം. ഇതാണ്. അപ്പോൾ ആദ്യം എന്താണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. പുഴയ്ക്ക് ജീവൻ വച്ചിരിക്കുന്നു. എന്താണ് ഉത്തരം?
കടുത്ത വേനലിൽ വെള്ളം വറ്റി വെറുമൊരു നീർച്ചാല് മാത്രമായിരുന്നു പുഴ. മഴ പെയ്തതോടെ വെള്ളം നിറഞ്ഞ് ശക്തമായി ഒഴുകാൻ തുടങ്ങി. അടുത്തത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. ഉത്തരം: ഇരുട്ടിൽ മഴ വെറും ശബ്ദം മാത്രമായിരുന്നു. നിലാവ് ഉദിച്ചതോടെ മഴയ്ക്ക് നിലാവിൻ്റെ നറുവെണ്മ ലഭിച്ചു. അടുത്തത് കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് കാർമേഘങ്ങൾ, മഴമേഘങ്ങൾ. കാർമേഘത്തിനും ആനയ്ക്കും ഒരേ നിറമാണ്. കൂട്ടമായി വരുന്ന ആനകളുടെ കുറുമ്പ് കാടിനെ അലങ്കോലമാക്കും. അതുപോലെ ശക്തമായ മഴയും കാട്ടിൽ നാശം വിതയ്ക്കും. മറ്റൊരു ഉദാഹരണമാണിത്. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. ഉത്തരം: വേനലിൽ ഉണങ്ങിക്കരിഞ്ഞ കാട്ടുമരങ്ങൾക്കും പുൽച്ചെടികൾക്കും പുതുനാമ്പുകൾ നൽകുന്നത് കന്നിമഴയാണ്. അതുകൊണ്ടാണ് കന്നിമഴ കാടിന് യൗവനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. ഇനിയുള്ളത് അടുത്ത പേജിൽ ഒറ്റയ്ക്കും കൂട്ടായും. അതിന് മുമ്പേയുള്ള പ്രവർത്തനം നിങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് ആദ്യത്തെ മഴ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് അതുപോലെ അത് എഴുതാനാണ്. ഇത് ഒറ്റയ്ക്കും കൂട്ടായും എന്നുള്ളതും എന്താണ്? ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? ഒളിച്ചിരിക്കാൻ ഒരിടം, താഴെയുള്ളതിൽ ഒളിയിടം അല്ലേ? ഒളിച്ചിരിക്കാൻ ഒരിടം എന്നത് കുറച്ച് നീണ്ട അല്ലേ, വലിയ വാക്യമാണ്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ചെറിയ വാക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താ? ഒളിയിടം അല്ലേ, ഒറ്റപ്പദമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ വാക്യത്തെ, വലിയ വാക്കുകളെ ഒറ്റ വാക്കാക്കുന്ന രീതി കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ഒളിച്ചിരിക്കാൻ ഒരിടം, അതിന് ഒളിയിടം എന്ന് മാറ്റുമ്പോഴേക്കും വായിക്കാൻ എളുപ്പമാണല്ലേ. വായിക്കാൻ ആദ്യത്തെ പദം വായിക്കാൻ വേണ്ടുന്ന സമയം വേണ്ട രണ്ടാമത്തേത് വായിക്കാൻ. അപ്പോൾ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്, സമയം ലാഭിക്കാം, വാക്യത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാം അല്ലേ. പിന്നെ അടുത്തത് മിണ്ടിയും പറഞ്ഞു. കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ സംഭാഷണം എഴുതാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭാഷണം എഴുതാം. ഇപ്പോൾ കാട് പറയുന്നതായിട്ട്, ഹോ എന്തൊരു ചൂടാണ്, എൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോയി, അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ മഴ പറയുന്നു, എനിക്കറിയാം നിങ്ങളൊക്കെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണെന്ന്. ഇപ്പോൾ കാട് പറയുന്നു, കുഞ്ഞു ചെടികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. മഴ, അവർക്ക് കൂടി ദാഹനീര് നൽകാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ കാട്, നോക്കൂ എൻ്റെ ദേഹമാകെ ചുട്ടുപൊള്ളിയത് കണ്ടില്ലേ. മഴ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ സഹായിക്കാനാണ്. ഇപ്പോൾ കാട് പറയുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഞങ്ങൾക്കെല്ലാം ആശ്വാസമേകാനായി നിങ്ങൾ വന്നെത്തിയല്ലോ. അപ്പോൾ മഴ, എൻ്റെ തുള്ളികളാകുന്ന കരങ്ങൾ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു. കാട്, ഞങ്ങൾക്ക് വീണ്ടും പച്ചപ്പ് നൽകി അനുഗ്രഹിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. മഴ, ഈ കിളികളുടെയും പുൽക്കൊടികളുടെയും സന്തോഷം എൻ്റെയും മനസ്സ് നിറയ്ക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. പിന്നെ കുറച്ച് വാക്കുകൾ പിരിച്ചെഴുതാൻ. കരിയില, കരി പ്ലസ് ഇല. ഇലച്ചാർത്ത്, ഇല പ്ലസ് ചാർത്ത്. പുഴയോരം, പുഴ പ്ലസ് ഓരം. പാറക്കെട്ട്, പാറ പ്ലസ് കെട്ട്. മഴയിരമ്പം, മഴ പ്ലസ് ഇരമ്പം. പര്യായ പദങ്ങൾ, ശബ്ദം, അതുപോലെ മഴ, കാട്, പുഴ എന്നിവയുടെ പര്യായ പദങ്ങളാണ്. അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും അറിയിക്കണം കേട്ടോ. താങ്ക് യു.